ഹലോ ഫ്രണ്ട്സ്, ഒരു മഴക്കാലത്തെ പറ്റിയുള്ള നമ്മുടെ ചെറുപ്പത്തിലുണ്ടായിരുന്ന ചില ഓർമ്മകളൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു എല്ലാവരോടും. മഴക്കാലം എന്നും ഒരു മധുരിക്കുന്ന ഓർമ്മയായിരുന്നു. തുലാവർഷം, കാലവർഷം, വേനൽ മഴ ഒരിക്കലും മറക്കാത്ത ഒരനുഭൂതി തന്നിരുന്നു വേനൽ മഴ. കാറ്റും മഴയും തുടങ്ങുമ്പോഴേക്കും ഞാൻ അടുത്തുള്ള മാവിൻ ചുവട്ടിലേക്ക് ഓടുമായിരുന്നു. മഴ നനഞ്ഞ് അങ്ങനെ വെളിയിലൂടെ നടക്കുന്നത് ഒരു ഹരമായിരുന്നു. വെറുതെ നനയലല്ല, കാറ്റത്ത് മാവിൽ നിന്ന് നിറയെ കണ്ണിമാങ്ങ, ചിലപ്പോൾ പാകമായതും വീഴുമായിരുന്നു. അത് ശേഖരിക്കുക കൂടിയാണ് എൻ്റെ ലക്ഷ്യം. പാവാട കുമ്പിൾ കൂട്ടി മാങ്ങയും പെറുക്കി പാതി നനഞ്ഞ് വീട്ടിലെത്തുമ്പോൾ അമ്മയുടെ ശകാരം കിട്ടും. മാങ്ങ കിട്ടിയതിലും മഴ നനഞ്ഞതിലുമുള്ള ആനന്ദം കൊണ്ട് ശകാരം എന്നെ ബാധിച്ചിട്ട് പോലും ഉണ്ടാവില്ല. വീട്ടിൽ വന്ന ഉടൻ തന്നെ മാങ്ങ ചെറിയ കഷണങ്ങളാക്കി പാത്രത്തിലിട്ട് ഉപ്പ്, വറ്റൽമുളക് മുറിച്ച് ചെറിയ ഉള്ളി അരിഞ്ഞ് എല്ലാം ഒരുക്കി ഒന്ന് തയ്യാറെടുക്കും. പിന്നീട് അത് എത്രത്തോളം തിന്നുമെന്നൊന്നും കണക്കില്ല, അതൊട്ടും മതിയാവുകയുമില്ല. മാങ്ങ തിന്നുമ്പോൾ ശകാരിച്ചവരും പരിഹസിച്ചവരുമൊക്കെ കൂടും. അതെല്ലാവർക്കും ഇഷ്ടമായിരുന്നു. വേനൽമല കഴിഞ്ഞാൽ പിന്നീടുള്ളത് കാലവർഷമാണ്. സാധാരണഗതിയിൽ സ്കൂൾ തുറപ്പ്, കാലവർഷം ഇത് രണ്ടും ഒന്നിച്ചെത്തുന്നത് പോലെയാണ്. രാവിലെ മഴവെള്ളത്തിലൂടെ നടന്നു വേണം സ്കൂളിലെത്താൻ. വഴിയിലൂടെ പലതരത്തിലുള്ള ചാലുകളായി ഒഴുകുന്ന വെള്ളം. ഏതിലിറങ്ങണമെന്ന സന്ദേഹമാണ്. ഏറ്റവും മിടുക്കുള്ളവർ കൂടുതൽ ആഴത്തിലിറങ്ങും. ചിലർ വഴിയിലെ കുണ്ടിലും കുഴിയിലും അറിയാതെ കാൽ വഴുതി വീഴുമ്പോൾ കൂടെയുള്ളവർ ആർത്തു ചിരിക്കും. അന്ന് കൂട്ടമായിട്ടാണ് സ്കൂളിലേക്ക് പോകുന്നത്. ഇന്നത്തേതുപോലെ സ്കൂൾ ബസ്സുകളില്ല. വീടുകളിൽ പോലും വാഹനങ്ങൾ നന്നേ കുറവ്. മാതാപിതാക്കൾ കൂടെ വരാറില്ല. അയൽപക്കത്തെ കൂട്ടുകാർ തയ്യാറായി കഴിഞ്ഞാൽ പരസ്പരം വിളിച്ച് ഒത്തുകൂടി നടക്കും. മഴ നനഞ്ഞ് വൈകുന്നത് വരെ ആ നനഞ്ഞ ഡ്രസ്സ് തന്നെ ഇട്ടായിരിക്കും സ്കൂളിലിരിപ്പ്. അതിനൊന്നും ആർക്കും ഒരു വിഷമവും തോന്നിയിരുന്നില്ല. മറ്റ് പരിഹാരങ്ങളും ഉണ്ടായിരുന്നില്ല. പല കുശലങ്ങൾ പറഞ്ഞും ചിരിച്ചും കളിച്ചും പിണങ്ങിയും പരിഭവിച്ചും ഉള്ള ആ പോക്ക് ആർക്കും മറക്കാനാവില്ല. കാലവർഷ സമയത്ത് വൈകുന്നത് വരെ മഴയായിരിക്കും. സ്കൂൾ വിടുമ്പോൾ പലർക്കും കുടയുണ്ടാവില്ല. എനിക്കാണെങ്കിൽ എപ്പോഴും ശീലവിട്ട കുടയായിരുന്നു. നിവർത്ത് കഴിഞ്ഞാൽ ശീലയിൽ നിറയെ ചെറിയ ദ്വാരങ്ങളുണ്ടാവും. പലപ്പോഴും മുഴുവനായി നിവരുന്ന കമ്പി ആയിരിക്കില്ല കുടയുടേത്. അതൊക്കെ എന്നെ മാനസികമായി അലട്ടിയിട്ടുണ്ട്. മഴ നനയുന്നതാണ് ഒടിഞ്ഞ കുട നിവർക്കുന്നതിലും നല്ലതെന്ന് ഞാൻ പലതവണ വിചാരിച്ചിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ മടി പിടിച്ച് ഒടിഞ്ഞ കുട എടുക്കാറില്ല. അത് വെറുമൊരു ചുമടായി തോന്നുമായിരുന്നു. കുട എടുത്തോ എന്ന് അമ്മ ഓർപ്പിക്കല്ലേ എന്ന് ഞാൻ കരുതിയിട്ടുണ്ട്. അങ്ങനെ വൈകിട്ട് സ്കൂൾ വിടുമ്പോൾ മഴയാണെങ്കിൽ കുടയുള്ളവരെ നേരത്തെ ബുക്ക് ചെയ്യുമായിരുന്നു. എന്നെ കൂടി കൂട്ടണേ എന്ന് പറയും. പലരും മനസ്സില്ലാ മനസ്സോടെയാണ് കുടയിൽ കയറ്റുന്നത്. മറ്റൊന്നുമല്ല, ഒരു കുടയിൽ രണ്ടാൾ കയറുമ്പോൾ രണ്ടുപേരുടെയും ഓരോ വശവും നനയും. എങ്കിലും അതൊരു സുഖമായിരുന്നു. നനഞ്ഞാലും അങ്ങനെ ഒരു കുട ചൂടുന്നതിൻ്റെ ആസ്വാദ്യത വേറൊന്നായിരുന്നു. കുടയുടെ പിടി നിലത്ത് തറയിലുരച്ച് മണക്കുന്ന ഒരു നേരം പോക്ക് അന്ന് പതിവായിരുന്നു. പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഒരു പ്രത്യേകതരം പിടിയായിരുന്നു അത്. നിലത്തുരച്ചു കഴിഞ്ഞാൽ ചില മിഠായിയുടേതുപോലുള്ള വാസന ഉണ്ടാകുമായിരുന്നു. മഴക്കാലത്ത് വഴിയിൽ ധാരാളമായി ചേർന്നിറയുമായിരുന്നു. ഇന്നത്തേതുപോലെ വഴി ടാറിട്ടിരുന്നില്ല. ചേറിൽ താഴുന്നിടത്തോളം കാലൂന്നി കളിക്കുന്നത് എനിക്ക് വളരെ രസമായിരുന്നു. അന്ന് സോക്സും ഷൂവും ധരിക്കുന്നത് പോലെ ചേറിൽ കാൽമുക്കി പൂട്ടീസ് ഇട്ടു എന്ന് പറഞ്ഞ് കൂട്ടുകാരുടെ മുൻപിൽ അങ്ങനെ ഞെളിഞ്ഞു നടക്കും. തമ്മിൽ കുസൃതി കൂടി എന്നെ ഒരു ചെറിയ തെമ്മാടിയായാണ് കൂട്ടുകാർ കണ്ടിരുന്നത്. എങ്കിലും എല്ലാവർക്കും എന്നെ ഇഷ്ടമായിരുന്നു. ഏത് വികൃതിയും കാണിക്കാൻ അവരെന്നെയാണ് ആദ്യം വിളിക്കുക. പാടത്തും തോട്ടിലും കുഴികളിലുമൊക്കെ വെള്ളം നിറയുന്നതോടുകൂടി ചെറുമീനുകളും പലതരം തവളകളും നിറയും. അതൊക്കെ കണ്ടു നിൽക്കുക ഒരു നേരം പോക്കായിരുന്നു. ആൺകുട്ടികൾ പലപ്പോഴും മീൻ പിടിക്കാൻ ശ്രമിക്കുമായിരുന്നു. അതും ചെറിയ ചേമ്പിലയിൽ. കെട്ടിക്കിടക്കുന്ന തോടുകളിലെ വെള്ളത്തിൽ തവള മുട്ടയിടുമായിരുന്നു. അതും മാല പോലെ ഒരു വഴുവഴുപ്പോടെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. വഴിയിലൂടെ നടക്കുമ്പോൾ അവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെ ചെറിയ മാക്രികൾ ചാടുന്നത് പതിവ് കാഴ്ചയായിരുന്നു. കൂട്ടത്തിൽ ചിലപ്പോൾ അവരെ പിടിക്കാനെത്തുന്ന കോലുനാരായണന്മാരുമുണ്ടാവും. വീടിന് മുൻവശം നല്ല തെങ്ങിൻ തോപ്പായിരുന്നു അക്കാലത്ത്. അതായിരുന്നു ഞങ്ങളുടെ മുഖ്യ കളിസ്ഥലം. കാലവർഷം മൂത്തുമുറുകുമ്പോൾ അവിടെയും കുറച്ച് വെള്ളം നിറയും. അതിലൂടെ വാഴപ്പിണ്ടി ഉരുട്ടി കളിക്കുന്നത് വളരെ രസമായിരുന്നു. പിണ്ടിയിൽ കയറുക, ചാടുക, മറിഞ്ഞു വെള്ളത്തിലേക്ക് വീഴുക, ഇതൊന്നും ഇന്നത്തെ തലമുറയ്ക്ക് കിട്ടാത്ത വിനോദങ്ങളായിരുന്നു. ഇന്നിപ്പോൾ വിഗാലാൻഡ് പോലെയുള്ള പാർക്കുകളെ ആശ്രയിച്ചാണല്ലോ ഇതുപോലുള്ള വിനോദങ്ങൾ സാധ്യമാകുന്നത്. ഇടവപ്പാതി മഴക്കാലം ഒരു പഞ്ഞത്തിൻ്റെ കാലം കൂടിയായിരുന്നു. സ്ഥിരമായ വരുമാനമില്ലാത്ത ധാരാളം വീടുകളിലും
പട്ടിണിയും പഞ്ഞവും അരങ്ങേറിയിരുന്നു. കൃഷി ചെയ്ത് ധാന്യങ്ങളും കപ്പയും സംഭരിച്ചിട്ടുള്ളവർ തെല്ലൊരു ഭാഗ്യമുള്ളവരാണ്. 2 നേരം ഊണ് കിട്ടിയില്ലെങ്കിൽ 1 നേരം കഞ്ഞി, അതുമില്ലെങ്കിൽ ഉണക്കക്കപ്പ. അതായിരുന്നു ഭക്ഷണത്തിൻ്റെ പോംവഴി. കപ്പ പല രീതിയിൽ ഉണക്കി ശേഖരിക്കുമായിരുന്നു. കപ്പ ഉണങ്ങുന്ന കാലയളവിലാണ് വേനൽമഴയുടെ വരവ്. അത് വളരെയധികം മാനസിക സംഘർഷം ഉളവാക്കുന്ന ഒരു ജോലിയാണ്. കപ്പ പറിച്ച് വാട്ടി ഉണക്കാൻ കൃഷി ചെയ്ത സ്ഥലം വൃത്തിയാക്കി അവിടെ ഇട്ടാൽ 2-3 ദിവസത്തെ വെയിൽ ലഭിച്ചാൽ മാത്രമേ അത് മണ്ണിൽ നിന്ന് പെറുക്കുവാൻ സാധിക്കൂ. കപ്പ പെറുക്കാൻ അടുത്തുള്ള അയൽവാസികൾ കൂടി സഹായിക്കും. അങ്ങനെ പെറുക്കി ചാക്കുകളിൽ നിറയ്ക്കുന്ന കപ്പ പിറ്റേ ദിവസം രാവിലെ മണ്ണൊക്കെ കളഞ്ഞ് ചിക്കുവായിലിട്ട് 2 ദിവസം കൂടി നന്നായി ഉണക്കി ചാക്കിലാക്കിയോ പത്തായത്തിലിട്ടോ കേടാകാതെ സൂക്ഷിക്കും. അധികമുള്ളത് വിൽക്കും. പിന്നീട് വരുന്ന 3-4 മാസം അതായിരിക്കും മുഖ്യ ഭക്ഷണം. പലപ്പോഴും കപ്പ ഉണക്കാനിടുമ്പോൾ മഴ പതിവാണ്. മഴയ്ക്ക് കാറു കയറുമ്പോൾ എല്ലാവരും കൂടി തിടുക്കത്തിലുള്ള കപ്പ പെറുക്കും. അത് ഒരു ഹരമാണ്. കപ്പ വാട്ടുന്നത് അതിലേറെ ആനന്ദം തന്നിരുന്നു. രാത്രിയിലാണ് സാധാരണയായി കപ്പ വാട്ടാറ്. പറമ്പിൽ വലിയ ചെമ്പടുപ്പുണ്ടാക്കി അതിൽ ചെമ്പു വെച്ചാണ് വാട്ടിയെടുക്കുന്നത്. അതിനിടെ തിന്നുന്നതിന് വേണ്ടി കപ്പക്കിഴങ്ങ് അടുപ്പിലിട്ട് ചുട്ടെടുക്കും. കപ്പ എങ്ങനെ പാകം ചെയ്താലും ചുട്ട കപ്പയുടെ സ്വാദ് കിട്ടുമെന്ന് തോന്നുന്നില്ല. കൂട്ടത്തിൽ ചേമ്പ്, മറ്റ് കിഴങ്ങുകൾ ഒക്കെ ചുടാറുണ്ട്. കപ്പയ്ക്ക് കറിയായി മീനും ചുട്ടെടുക്കുന്നവരുണ്ട്. അതൊന്നും ഇന്ന് ലഭിക്കാത്ത ഭക്ഷണങ്ങളാണ്. കപ്പ വാട്ടാൻ തീ കത്തിക്കുന്നതിന് വേണ്ടി കരിയില, വാഴക്കച്ചി ഇവ ശേഖരിക്കുന്നത് കുട്ടികൾക്കുള്ള ജോലിയാണ്. ജോലി വളരെ കൂടുതലായിരുന്നെങ്കിലും ഒരു പരാതിയുമില്ലാതെ ആസ്വദിച്ച് ചെയ്യാൻ എനിക്കിഷ്ടമായിരുന്നു. അതുപോലെ തന്നെ പനയുടെ തടി ഉരലിലിടിച്ച് പൊടിച്ച് അതിൻ്റെ നൂറെടുത്തുണക്കി പനപ്പൊടി ഉണ്ടാക്കുമായിരുന്നു. പനങ്കഞ്ഞി, പനയട ഇതൊക്കെ വളരെ സ്വാദിഷ്ടമായ വിഭവങ്ങളായിരുന്നു. ഇന്നതെല്ലാം പഴയ ഓർമ്മകൾ മാത്രമായി. മാറ്റങ്ങൾ അനിവാര്യമാണ്. അത് അതാത് സമയത്ത് നടന്നുകൊണ്ടിരിക്കും. അവയിൽ ചിലത് നല്ലതും മറ്റു ചിലത് പല വൈഷമ്യങ്ങളുണ്ടാക്കുന്നവയുമായിരിക്കുമെന്ന് മാത്രം. മഴക്കാലത്തിൻ്റെ ഓർമ്മകൾ ഇനിയും ധാരാളമുണ്ട്. അടുത്തൊരു വീഡിയോയിൽ ബാക്കി പറയാം എന്ന് വിചാരിച്ച് തൽക്കാലം നിർത്തട്ടെ. എല്ലാവർക്കും നന്മകൾ നേരുന്നു.